യേശുവിൽ പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ക്രിസ്മസ് നാളുകളിൽ നമ്മൾ കേൾക്കുന്ന മനോഹരമായ ഒരു വാക്യമാണ്, 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നില്ല എങ്കിൽ നിന്റെ ക്രിസ്മസ് അർത്ഥമില്ലാത്തതായി മാറും. ഇതുപോലെ തന്നെ ഇത്രമാത്രം ആഘോഷങ്ങൾ നടത്തിയാലും യേശു പറഞ്ഞ കാര്യങ്ങൾ അറിയുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഉപരിവിപ്ലവമായി മാറാൻ സാധ്യതയുണ്ട്. യേശു അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞ ഒരു 5 കാര്യങ്ങൾ നമുക്കിന്നൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പത്രോസ് പറയുകയാണ്, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ എനിക്ക് നിന്നോട് പങ്കില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് പറയാം, ഞാൻ പാപിയാണ്, കുറവുള്ളവനാണ്. നിന്റെ കഴുകപ്പെടലിലൂടെ മാത്രമേ, നിന്റെ സ്പർശനത്തിലൂടെ മാത്രമേ എനിക്ക് സൗഖ്യം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവേ, എന്നെ കഴുകണമേ, എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് അലിവായിരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. ത്രിത്വൈക ദൈവം വസിക്കുന്ന അനുഭവം. അതിനെന്താണ് വേണ്ടത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ വചനം അനുസരിക്കാൻ എനിക്ക് കൃപ നൽകണമേ, എന്നെ അനുഗ്രഹിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, തീവ്രമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, തീവ്രമായി പരിശ്രമിക്കാം. കർത്താവ് തൻ്റെ കൃപയാൽ ഈ വചനം അനുസരിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം തിരുവചനം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എത്രയോ ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ക്ഷമിക്കുക, സ്നേഹത്തിൽ വസിക്കുക. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ഞങ്ങളുടെ ദേശങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ ഈ കൃപ ഞങ്ങൾക്ക് നൽകണമേ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയം തുറന്ന് ചോദിക്കാം. ഈശോയുടെ സാന്നിധ്യം, ഈശോയെ സ്നേഹിക്കാനുള്ള മനസ്സ്, ഈശോയെ അനുസരിക്കാനുള്ള ഒരു മനസ്സ്, ഈശോയുടെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി രൂപാന്തരപ്പെടാൻ, ഉണ്ണിയേശുവിൻ്റെ വിശുദ്ധിയോ പോലെ നമ്മൾക്കും വിശുദ്ധി ലഭിക്കുവാൻ, ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹത്തോടെ ഈ ഒരുക്ക ദിനങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കടന്നു വരുന്ന ക്രിസ്തുമസ് നമുക്ക് ഏറെ കൃപ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.